ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ രസകരമായ ഒരു സംഭവമാണ്. ഒരു വിശുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം. ഒരു കരിക്ക് കട്ടതിന് മരണം വരെ കരയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കൊക്കെ കരച്ചിൽ നിർത്താൻ പറ്റുമോ? നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കരച്ചിൽ നിർത്താൻ പറ്റുമോ എന്ന് പോലും നാം ചിന്തിക്കേണ്ടതായിട്ട് വരും. ഇത് വിശുദ്ധ മക്കാരിയൂസ് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കരിക്ക് കട്ടത് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ശരിക്കും അദ്ദേഹം കട്ടത് കരിക്കൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു കാര്യമായതുകൊണ്ടും ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടും ഞാൻ ആ ഒരു പദം ഉപയോഗിച്ചതേ ഉള്ളൂ. മക്കാരിയൂസ് അവരുടെ കുട്ടിക്കാലത്ത് കൂട്ടുകാരോടൊപ്പം ഒരു പറമ്പിൽ കയറി കുറച്ച് അത്തിപ്പഴം പറിച്ചെടുത്തു. കട്ടു എന്ന് പറയാം. അവരുടെ അനുവാദത്തോടു കൂടിയൊന്നുമല്ല. ഞാൻ അതിൽ ഒരെണ്ണം മക്കാരിയൂസ് തിന്നുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് ഒരു കുറ്റബോധം വന്നു, മനസ്താപം വന്നു. ഈ ഒരു പ്രവൃത്തിയുടെ പേരിൽ മരണം വരെ ആ മനുഷ്യൻ കരഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മരണം വരെ ഈ ഒരൊറ്റ കാര്യത്താൽ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓർത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ ചെറുപ്പത്തിൽ വേണമെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, കരോൾ സിംഗിങ്ങിന് പോകുന്ന കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ, മാവേട്ടേർ, കരിക്കിടിയിൽ, ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് അതിൻ്റെ ഉടമസ്ഥരുടെ അനുവാദത്തോടു കൂടിയൊന്നും അല്ല. അതൊരു ഫണ്ണായിരുന്നു. ആ രീതിയിൽ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ വിശുദ്ധൻ എടുത്തതുപോലെ എടുക്കുകയാണെങ്കിൽ നമുക്കൊക്കെ കരച്ചിൽ നിർത്താൻ പറ്റുമോ എന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കാണ്, ഞങ്ങൾ വളരെ രസകരമായൊരു സംഭവം. എനിക്കിങ്ങനെ സ്കൂൾ കഴിഞ്ഞ് പരീക്ഷയെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകുന്ന സമയത്ത് അന്ന് ഉറപ്പാണ് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ നിൽക്കുന്ന മാവിനൊട്ടൊക്കെ എറിയും. ഞങ്ങളൊരു മാവിൻ്റെ ചോട്ടി വന്നപ്പോൾ ഞങ്ങളെ അതിശയിപ്പിച്ചൊരു കാര്യം, ഒരു വള്ളിക്കൊട്ടയ്ക്കകത്ത് എറിയാവുന്ന നല്ല സൈസ് കുറേ കല്ല് ഒരുമിച്ച് അതിനകത്ത് കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വീട്ടുകാരൻ ഇറങ്ങി വന്നു. എന്നിട്ട് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, മക്കളെ എറിഞ്ഞ് കല്ല് തീർന്നു പോകാൻ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഇനിയും പെറുക്കി തരാം. ഞങ്ങൾ വിചാരിച്ചു എന്ത് സഹൃദയൻ. പക്ഷേ ആ കുടപ്പുള്ളി പറഞ്ഞൊരു കാര്യം, ദയവ് ചെയ്ത് എൻ്റെ കയ്യാലയുടെ കല്ല് എടുത്തേക്കരുത്. കയ്യാല ഇടിച്ചു പൊളിച്ച് ആ കല്ലെടുത്ത് എറിയാൻ പോയേക്കരുത്. കല്ല് വേണമെങ്കിൽ ഇനിയും ഞാൻ പെറുക്കി തരാം. ഇതുപോലത്തെ എന്തെല്ലാം കുസൃതിത്തരങ്ങൾ ചെറുപ്പകാലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടാകാം. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. മക്കാരിയൂസ് ഈ ഒരു ചെറിയ കാര്യത്തിന് മരണം വരെ കരഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു സംഭവം ഈ വിശുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി കാണാൻ പറ്റും. അദ്ദേഹം ഒരു സന്യാസ ജീവിതം നയിച്ചിരുന്ന വ്യക്തി. ഒരിക്കൽ ഒരു ദുഷ്ട സ്ത്രീ, ഒരു കുടില സ്ത്രീ എന്ന് വേണമെങ്കിൽ പറയാം, അവർ വിളിച്ചു പറഞ്ഞു, ഈ സന്യാസി കാരണമാണ് ഞാൻ ഗർഭിണിയായത്. ഈ മനുഷ്യൻ എന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. ഇത് കേട്ട് വിശ്വസിച്ച ആൾക്കാർ മക്കാരിയൂസിനെ വലിച്ചഴച്ച്, വഴിയിലൂടെ വലിച്ചഴച്ച് അടിച്ച് അവനെ അവശനാക്കി. പക്ഷെ അവൻ അതെല്ലാം നിശബ്ദനായിട്ട് സഹിച്ചു, കാഴ്ചവെച്ചു. ഈ സ്ത്രീക്ക് പിന്നീട് സംഭവിച്ചത്, ദൈവം അവർക്കൊരു സന്ദേശം കൊടുത്തു. നീ പറഞ്ഞത് കള്ളത്തരമാണ്. മക്കാരിയൂസ് അല്ല ഇതിൻ്റെ ഉത്തരവാദി. ശരിക്കും ഇതിൻ്റെ ഈ കൊച്ചിൻ്റെ അപ്പനാരാണെന്ന് നീ വെളിപ്പെടുത്താത്തിടത്തോളം കാലം നീ പ്രസവിക്കത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഒരു സ്ത്രീ ഗർഭിണിയായിട്ട് 1 വർഷമായിട്ട് പ്രസവിക്കുന്നില്ലെങ്കിൽ ഇനി എന്തൊരവസ്ഥയായിരിക്കും? അപ്പം അതുകൊണ്ട് ഇത് കേട്ട് ഇവർ ഭയപ്പെട്ടു. ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം പ്രസവ സമയമാകുമ്പോൾ എത്രയും വേഗം ഒന്ന് പ്രസവിച്ചാൽ മതി എന്നേ ഉള്ളൂ. ഇവൾക്ക് കിട്ടിയൊരു സന്ദേശം ഇതാണ്, നീ ഇത് വെളിപ്പെടുത്താതെ നീ പ്രസവിക്കത്തില്ല. അവൾ പേടിച്ച് യാഥാർത്ഥ്യം വെളിപ്പെടുത്തി. അപ്പോൾ മക്കാരിയൂസിന് ഒരുപാട് പ്രശംസ ആളുകളിൽ നിന്നും ലഭിച്ചു എന്നാണ് പറയപ്പെടുക. ഈ വിശുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒന്നാമത്തെ കാര്യം, നിസ്സാര കുറ്റം പോലും വിശുദ്ധർക്ക് വലുതായിട്ട് തോന്നും. വൻ പാപം പോലും പാപികൾക്ക് നിസ്സാരമായിട്ട് തോന്നിയേക്കാം. ഇതിനൊരു നല്ല ഉദാഹരണമാണ് പൗലോസ്ലീഹ. 1 തീമോത്തി 1:16, പാപികളിൽ ഒന്നാമനാണ് ഞാൻ എന്ന് പൗലോസ് വിളിച്ചു പറയുന്നു. എപ്പോഴാ? തൻ്റെ ജീവിതത്തിൻ്റെ ഏതാണ്ട് അവസാന കാലഘട്ടത്തിൽ. അപ്പോൾ എഴുതിയ ഈ ലേഖനത്തിൽ പറയുന്നൊരു കാര്യം, പാപികളിൽ ഒന്നാമനായിരുന്നു ഞാൻ എന്നല്ല, ഒന്നാമനാണ് ഞാൻ. ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുക്കുമ്പോഴാണ് നമ്മുടെ നിസാരത അല്ലെങ്കിൽ നമ്മുടെ ഇംപെർഫെക്ഷൻസ്, അപരിപൂർണത, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നമുക്കറിയാമല്ലോ, നല്ല വെട്ടം നമ്മുടെ മുറിയിലേക്ക് വരുമ്പോൾ അതിനകത്തെ പൊടിപടലങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ വെട്ടമില്ലാത്തപ്പോൾ നമുക്കത് കാണാൻ സാധിച്ചെന്ന് വരത്തില്ല. നമ്മുടെ വിശുദ്ധ ജീവിതം അത് എത്രമാത്രം ഉയരുന്നുവോ വളരുന്നുവോ അതനുസരിച്ച് നമ്മുടെ കുറവുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അംഗീകരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ മക്കാരിയൂസ് മരണം വരെ ആ ഒരു ചെറിയ കാര്യത്തിന്, ഒരു അത്തിപ്പഴം കട്ടെടുത്തതിന് അദ്ദേഹം കരയുവാൻ മനസ്സ് കാണിച്ചത്. പ്രഭാഷകന്റെ പുസ്തകം 20-ാം അധ്യായം 3-ാമത്തെ വചനം. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്ന കാണാൻ പറ്റും. ദൈവത്തിൽ നിന്നും ഒരുപാട് അകന്നു പോയവരാണെങ്കിൽ നമ്മൾ
കുറ്റം ചെയ്താലും അത് അംഗീകരിക്കത്തില്ല, ഏറ്റുപറയത്തില്ല. വചനം പറയുക, കുറ്റം ഏറ്റുപറയുന്നവന് ശിക്ഷ ഇളച്ചു കിട്ടും എന്നുള്ള ആ ഒരു കാര്യമാണ്. തീത്തോസിന്റെ ലേഖനം വായിക്കുമ്പോൾ, തീത്തോസ് 1-ാം അധ്യായം 15-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിർമ്മല ഹൃദയർക്ക് എല്ലാം നിർമ്മലമാണ്, മലിന ഹൃദയർക്ക് ഒന്നും മലിനമല്ല. നമ്മൾ പാപത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുകയാണെങ്കിൽ, നമ്മൾ മാരകപാപം ചെയ്താൽ പോലും അതൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ നമ്മൾ വിശുദ്ധിയിൽ വളർന്നു നിൽക്കുമ്പോൾ നിസ്സാര പാപം പോലും നമുക്ക് ഗൗരവമുള്ളതായിട്ട് നമുക്ക് തോന്നും. അതാണ് അതിൻ്റെ വ്യത്യാസം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, അനീതി പ്രവർത്തിക്കുന്നവർക്കുള്ള ദൂത് ദൈവവചനം നൽകുന്നുണ്ട്. അനീതി സഹിക്കുന്നവർക്കുള്ള ദൂതും ദൈവവചനം തരുന്നുണ്ട്. അനീതി പ്രവർത്തിക്കുന്നവർക്ക് മത്തായി 7:23 വായിച്ചാൽ, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോവുക, ഔട്ട്, എൻ്റെ അടുത്തേക്ക് പോലും വരണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും നമ്മൾ സുഭാഷിതങ്ങൾ 22:8 വായിച്ചാൽ, അനീതി വിതയ്ക്കുന്നവർ അനർത്ഥം കൊയ്യേണ്ടി വരും. മൂന്നാമത്തെ കാര്യമാണ് അനീതി സഹിക്കുന്നവർക്കുള്ള ദൂത്. അതും ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മെക്കാരിയൂസ് അനീതി സഹിച്ചവനാണ്. ചെയ്യാത്ത കുറ്റത്തിന് അവൻ ശിക്ഷിക്കപ്പെട്ടു. പക്ഷെ അത് സഹിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അവനുണ്ടായ മഹത്വം വളരെ വലുതാണ്. അനീതി സഹിക്കുന്നവർ അനീതി ആ സഹനത്തിലേക്ക് നോക്കി നിൽക്കുന്നതിനേക്കാൾ ദൈവത്തിലേക്ക് നോക്കണം, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിലേക്ക് നോക്കണം. അങ്ങനെയുള്ളവർക്ക് പ്രത്യാശ വെടിയാതെ മുന്നേറാൻ പറ്റും. അതിൻ്റേതായിട്ടുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കുകയും ചെയ്യും. റോമ 8:28 പറഞ്ഞിരിക്കുന്നത് എന്താ? വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടത വെറും നിസ്സാരമാണ്. ഈ വലിയ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.